ഗെയിം കളിക്കുന്നതിലൂടെ സ്റ്റഡീസിലുള്ള കോൺസെൻട്രേഷൻ ആ പോകും. പോകും. ഓക്കെ, ഞാൻ ഓരോ പോയിന്റ്സ് പറയണത് കറക്റ്റ് പോയിന്റ് ആണ്. അതൊക്കെ നോട്ട് ചെയ്യണം. ഞാൻ അതൊന്നുകൂടെ എലോബറേറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആലിയ പറഞ്ഞ പോയിന്റ് നല്ല പോയിന്റ് ആണ്. ഗെയിം കളിക്കുന്നതോടെ ഇപ്പൊ നിങ്ങള് ടെമ്പിൾ റൺ കളിച്ചിട്ടുണ്ടോ? കാൻഡി ക്രഷ് ഒക്കെ കളിക്കാറില്ലേ? ഞാനും കളിക്കാറുണ്ട്. ഞാൻ സ്റ്റിൽ ഞാനും ഇപ്പോ ഈ ഇടയ്ക്ക് കളിക്കാറുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അഡിക്റ്റഡ് അല്ല. അപ്പൊ ഈ ടെമ്പിൾ റൺ ആണെങ്കിലും കാൻഡി ക്രഷ് ആണെങ്കിലും എന്താണെങ്കിലും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്ന ഗെയിമാണ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് അടുത്ത സ്റ്റേജ് കളിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി വരും. അതായത് അയ്യോ അടുത്ത സ്റ്റേജ് ഏതാണ്, അടുത്ത സ്റ്റേജ് ഏതാണെന്ന് നമുക്ക് അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ കളിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ആകാംക്ഷ എന്താ ഉണ്ടാക്കുന്നത്? നമ്മുടെ ടൈമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഇപ്പൊ അതായത് ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോവാൻ നിൽക്കാം, അല്ലെങ്കിൽ ഈ ലെവൽ കഴിഞ്ഞ് ഇനി കളിക്കില്ല എന്ന് വിചാരിച്ചിട്ടാവും നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഈ ലെവലും കഴിയും, രണ്ടാമത്തെ ലെവലും കഴിയും, 10 ലെവൽ കഴിഞ്ഞാലും നമ്മൾ ആ ഫോൺ എടുത്ത് വെക്കോ? ഇല്ല. അപ്പൊ അതെന്താ ഉണ്ടാക്കുന്നത്? നമ്മുടെ ടൈമാണ് കളയുന്നത്. എന്തിന്? പഠിക്കാനുള്ള ടൈം കളയുന്നു. ഇനി ചിലപ്പോ ഇതിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരുന്നിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഫീൽ ആയിരിക്കും. നിങ്ങളുടെ മൈൻഡിൽ ചിലപ്പോ ഈ കാൻഡി ക്രഷിന്റെ മറ്റേ ആ സംഭവങ്ങളൊക്കെ പൊട്ടിക്കണതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ മൂവ്മെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ടെമ്പിൾ റണ്ണിൽ ആള് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, കാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ട്രെയിനിന്റെ പിന്നാലെ ഓടുന്നതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം. പഠിക്കണ കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതൊരു ഡിസ്ട്രാക്ഷൻ ആണ് നമ്മുടെ ലൈഫിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അതൊന്ന് എലോബറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നതാട്ടോ. ഞങ്ങളുടെ ടീം മെമ്പർ റെസിൻ പറഞ്ഞു മാർക്കറ്റിങ്ങിന് സഹായിക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ ടീമിന് എന്താ പറയാനുള്ളത്? ഞാൻ പറയാട്ടോ. ഞാൻ ആദ്യത്തെ പോയിന്റ് പറയും. നിങ്ങൾ പറയണേ ഞാനും സാറും മാത്രം പറഞ്ഞാൽ പോരാ. മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയില്ല. ഫോർ എക്സാമ്പിൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ മീഷോന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അത് റിയൽ സാധനങ്ങളാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് നമുക്ക് അറിയാതെ നമ്മൾ പലപ്പോഴും ചതിയിൽപ്പെട്ടു പോവാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ പോയിന്റ്സ് പറയേണ്ടത്. ഹെൽപ്ഫുൾ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡിസ്ട്രാക്ഷൻസ് പറയാം. പറഞ്ഞോ. ശ്രീഗംഗ ഉണ്ട്. ശ്രീഗംഗ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. പറഞ്ഞോ. സപ്പോർട്ട് ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നല്ലത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. നമ്മൾ ഓർഡർ ചെയ്യണ സാധനം ചീത്ത സാധനമാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓ, വെരി ഗുഡ്. കണ്ടോ നിഹാരമോള് പറഞ്ഞു പൊട്ട സാധനങ്ങളാണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. പറയാനുണ്ട്, പറഞ്ഞോ. പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെങ്കിൽ അത് ഇപ്പൊ ദൂരമുള്ള സ്ഥലത്താണെങ്കിൽ അത് പോസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഓൺ ദ സ്പോട്ടില് വാട്സപ്പിലൂടെയോ അങ്ങനത്തെ ഇതിലൂടെ അങ്ങനത്തെ അതിലൂടെ സെൻഡ് ചെയ്യാം. ഓക്കെ, ഗുഡ്. സൂപ്പർ, അടിപൊളി. ഇനി ഇതിനെ ഇതാക്ക് ഒപ്പോസ് എന്നെ ഓക്കെ ഒപ്പോസ് അനഘ ശ്രീഗംഗ പറഞ്ഞതിനെ ഒന്ന് ഒപ്പോസ് ചെയ്തേ. ദൂരെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ നമ്മള് മെസ്സേജ് അയക്കുന്നു, നമുക്ക് ഹെൽപ്ഫുൾ ആണെന്നുള്ളത് ആർക്കാണെങ്കിലും പറയാട്ടോ. ആലിയ ഓക്കെ, കിട്ടുന്നില്ല. നിങ്ങളുടെ ടീം തോൽക്കാൻ പോവാ, വേഗം സപ്പോർട്ട്. നമ്മളെ ടീം തോൽക്കുണ്ടോ? ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും. അശ്വിൻ ഇതാണ് ഡിസ്ട്രാക്ഷൻസ് ആണ്. അശ്വിൻ നിങ്ങളുടെ ടീം തോൽക്കാൻ പോവാ. നമ്മുടെ ടീം തോക്കും. അദ്വൈത് ആലോചിക്കേ, ജെയ്സൺ ആലോചിക്കേ, ഇങ്ങനെ അങ്ങനെ ആലോചിക്കും. പേപ്പറിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ദൂരേക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ഓക്കെ, ഞാൻ തന്നെ പറയട്ടെ സാറേ, എന്റെ ടീം തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ജെയ്സൺ പറയട്ടെ. ജെയ്സൺ പറ. ചിലപ്പോഴൊക്കെ നമ്മളാണെങ്കിൽ ഇപ്പം മെസ്സേജ് അയക്കണ നമ്പറും എല്ലാം തെറ്റിപ്പോയ വേറെ വല്ലവർക്കായിരിക്കും കിട്ടണം. നല്ല ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണെങ്കിൽ അത് വെളിയിൽ ലീക്കായ അത് പ്രശ്നമാണ്. ഓക്കെ, അടിപൊളി പോയിന്റ് ആണ്.